സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ ഈ വർഷത്തെ കുടുംബ സംഗമവും അവാർഡ് വിതരണവും സെപ്റ്റംബർ 19 വ്യാഴാഴ്ച നടുവട്ടം പള്ളിപ്പാട് മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. SOEV പ്രസിഡന്റ് മനോജ് കരിമുളക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ SOEV സെക്രട്ടറി അനിൽ നങ്ങ്യാർകുളങ്ങര സ്വാഗതവും SOEV ട്രഷറർ ദയാനന്ദൻ നടുവട്ടം കൃതജ്ഞതയും രേഖപ്പെടുത്തി. 1414 അംഗങ്ങളുമായി ആലപ്പുഴ ജില്ലയുടെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന സംഘടന മുന്നോട്ട് പോവുകയാണ്. Most fearless man, India's most fearless man. ശത്രുവിന്റെ മുഖത്ത് ധൈര്യപൂർവം മുന്നിൽ ചെന്നു മുഖത്ത് വഴി നെഞ്ചത്ത് വഴി ഇതിൽ പരം ധൈര്യശാലിയായ ഇതിൽ പരം ഇവിടെ ഉദ്ഘാടകനായി ലഭിച്ചതിൽ എനിക്ക് അനേക അഭിമാനമുണ്ട്. എനിക്കും കുറച്ചു ദിവസം സാബിന്റെ ടീമിൽ ജോലി ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. വളരെ കുറച്ച് നാൾ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആ ഒരു ഭാഗ്യത്തിന്റെ ആ ഒരു സ്നേഹത്തിലാണ് 2 ദിവസം മുമ്പ് സാബിനെ ഞാൻ വിളിക്കുന്നത്. ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ സ്വന്തം കേണൽ കൃഷി രാജലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. എന്നും സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഉണ്ടാവാൻ കഴിയട്ടെ. വേറെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ശക്തമായ ഒരു കൂട്ടായ്മയായി വളർന്നു വരുന്നത് ഞാൻ കണ്ടു. എനിക്കറിയാം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അന്ന് എൻ്റെ കസിന് വേണ്ടിയിട്ടാണ് എന്നെ അന്ന് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ കസിനിവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് നിങ്ങളോട് പറയാനിരുന്ന ഒരു കാര്യം, സർവീസ് സോൾജേഴ്സിൻ്റെ അഡ്രസ്സുകളും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നമ്പേഴ്സ് നിങ്ങളുടെ പരിസരത്തുള്ള, അല്ലെങ്കിൽ ആലപ്പുഴയിലാണെങ്കിൽ ആലപ്പുഴ, മറ്റ് സംസ്ഥാനങ്ങളാണ്, മറ്റ് ജില്ലകളാണെങ്കിൽ അങ്ങനെ ആ ജില്ലകളിലുള്ള സർവീസ് സോൾജേഴ്സിൻ്റെ നമ്പരും അഡ്രസ്സും നിങ്ങളോടൊപ്പം ഉണ്ടാവണം. നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമായിരിക്കണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഓടിയെത്താൻ കഴിയണം. കാരണം സർവീസ് സോൾജേഴ്സിന് പെട്ടെന്ന് വീട്ടിലെത്താൻ കഴിയില്ല. നിങ്ങൾക്കറിയാം അവരുടെ അവസ്ഥ എന്താണ്. അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലും നിങ്ങൾക്ക് ഓടിയെത്താൻ കഴിയുന്ന പോലെ വളർന്ന് ശക്തമായ ഒരു സംഘടനയായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒരു കാര്യം കൂടി, എന്നോട് സാബ് പറഞ്ഞു, എനിക്ക് മുന്നോടായിട്ടൊന്നും ഞാൻ പറഞ്ഞു, സാബ് ചെയ്യരുത്, സർവിംഗ് ഓഫീസറാണ് ഞാൻ, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, തന്നെയും അത് ചെയ്യാനും പാടില്ല. അപ്പോൾ സാബ് പറഞ്ഞു, സാബ് റിട്ടയർ ആയില്ലേ? അപ്പം ഞങ്ങൾ റിട്ടയർ ആയി. സാബ് റിട്ടയർ ആയില്ല, നല്ലയുള്ളൂ, റിട്ടയർ ആയവർക്ക് ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങൾ റിട്ടയർ ആയിട്ടില്ല. വൺസ് എ സോൾജർ എവർ എ സോൾജർ. നിങ്ങൾക്ക് ആ സ്പിരിറ്റ് ഉണ്ടാവണം. നിങ്ങളുടെ യൂണിഫോം നിങ്ങൾക്ക് എടുത്തിടാൻ പറ്റുമോ? ഒരാവശ്യമുണ്ടായാൽ നിങ്ങൾക്ക് എടുത്തിടാം. അപ്പോൾ നിങ്ങൾ റിട്ടയർ ആയി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ലാതെയായി പോകും. നിങ്ങൾ റിട്ടയർ ആയതല്ല, അത് നിങ്ങളുടെ യൂണിഫോം മാത്രമേ റിട്ടയർ ആയിട്ടുള്ളൂ. നിങ്ങളുടെ സോൾജർ റിട്ടയർ ആയിട്ടില്ല. അപ്പോൾ എന്ത് പറയുന്നതും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങളൊരു സോൾജർ ആയിരുന്നു, ആയിരിക്കും. എന്ത് ചെയ്താലും അപ്പം അങ്ങനെ തന്നെ നിങ്ങൾ മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഡിസിപ്ലിൻ, ആ ഒരു വീര്യം കാത്തു സൂക്ഷിക്കാൻ കഴിയും. റിട്ടയർഡ് ആയ സോൾജറെന്നല്ല. സിംഹത്തിനെ എന്താ പറയുക, പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിംഹത്തിനെ സിംഹമെന്നേ വിളിക്കും. സോൾജർ വിൽ ബി എ സോൾജർ എവോ. ആ ഒരു സ്പിരിറ്റ് നിങ്ങളിൽ തന്നെ തങ്ങി നിൽക്കണം. റിട്ടയർഡ് ആയി എന്ന് മനസ്സിൽ കൊണ്ടുവെക്കരുത് നിങ്ങൾ. ഓക്കെ. പ്രസ്തുത പരിപാടിയിൽ കാവാലം നാട്ടുപച്ചയുടെ തനത് വായ്മൊഴി പാട്ടുകൾ, ശ്രീ ദുർഗ പിന്നിൽ തിരുവാതിര സമിതി നടുവട്ടത്തിന്റെ തിരുവാതിരയും ഉണ്ടായിരുന്നു. ചടങ്ങിൽ 28 വർഷത്തെ സുദീർഘമായ രാജ്യസേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ജയകുമാറിനെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. പവിത്രൻ വാത്തിക്കുളത്തിന്റെ കോർഡിനേഷനിൽ SOEV അംഗങ്ങളും കുടുംബാംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു.